ശ്രീ സായിരാം. രാമായണ കഥകൾ ഭാഗം 3. സൂര്യവംശം. അതായത് നമ്മുടെ ഭാരതം എത്ര ശ്രേഷ്ഠമായ ഒരു രാജ്യമാണെന്ന് അറിയാമോ? അതിൻ്റെ ചരിത്രം യുഗങ്ങളിലോളം പഴക്കമുള്ളതാണ്. അതിനവകാശികളായ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ശ്രേഷ്ഠരായ നമ്മളുടെ പൂർവികരുടെ ചരിത്രം അറിയണം. അതിനായിട്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ അനേകം പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ട് നമ്മളുടെ പൂർവികരുടെ ചരിത്രം നമ്മൾ അറിയണം. ആ കാലത്തൊക്കെ രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പല രാജവംശങ്ങൾ, ചന്ദ്രവംശം, സൂര്യവംശം, അങ്ങനെ പല രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സൂര്യവംശത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് അവതരിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ട് ജനിച്ചത് ആരൊക്കെയാണെന്നറിയാമോ? ആദിശേഷൻ അഥവാ അനന്തനാഗം ലക്ഷ്മണനായും, പാഞ്ചജന്യം എന്ന ശംഖ് ഭരതനായും, സുദർശനം എന്ന ചക്രം ശത്രുഘ്നായും ജനിച്ചു. സൂര്യവംശം എന്ന് എങ്ങനെ പേര് വന്നു? ഹിന്ദു പുരാണം അനുസരിച്ച് വിവസ്വാന്റെ മകനായ വൈവസ്വത മനുവാണ് സൂര്യവംശം സ്ഥാപിച്ചത്. ആരാണ് വിവസ്വാൻ അല്ലേ? അത് നോക്കാം. സൂര്യദേവന്റെ മറ്റൊരു പേരാണ് വിവസ്വാൻ. വിവസ്വാന്റെ പുത്രൻ വൈവസ്വതൻ. അദ്ദേഹത്തിന് സത്യവ്രതൻ എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച വംശമായതുകൊണ്ടാണ് സൂര്യവംശം എന്ന പേര് വന്നത്. സൂര്യവംശത്തിൽ ഒരുപാട് ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് അറിയുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവൊക്കെ സൂര്യവംശത്തിലാണ് ജനിച്ചത്. അതിൽ ആദ്യത്തെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഇക്ഷ്വാകു. വേറൊരു വളരെ പ്രസിദ്ധനായ രാജാവായിരുന്നു രഘു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെ പേരും കൂടെ സൂര്യവംശത്തിന് ലഭിച്ചു. അതുകൊണ്ട് ഇക്ഷ്വാകു വംശമെന്നും രഘുവംശം എന്നും കൂടെ അതിന് പേരുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ശ്രീരാമചന്ദ്രനൊരു പേരുണ്ടല്ലോ, രഘുത്തമൻ, രഘുവരൻ, അല്ലെങ്കിൽ രാഘവൻ എന്നൊക്കെ ശ്രീരാമദേവന്റെ പര്യായ പദങ്ങളുണ്ട്. അതെല്ലാം ഈ രഘുവംശത്തിൽ ജനിച്ചത് കൊണ്ട് ഉണ്ടായ പേരുകളാണ്. അവരുടെ രാജ്യം, സൂര്യവംശത്തിന്റെ രാജ്യത്തിന്റെ പേര് കോസലം എന്നായിരുന്നു. കോസലത്തിന്റെ രാജധാനി, അതായത് നമ്മുടെ രാജധാനി ഡൽഹിയാണ് അല്ലേ, അതുപോലെ കോസലത്തിന്റെ രാജധാനിയായിരുന്നു അയോധ്യ. അയോധ്യയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സാകേതം. ആ അയോധ്യയുടെ അരികിലൂടെ ഒഴുകുന്ന നദിയാണ് സരയൂ നദി. മാനസ സരോവർ, അതായത് കൈലാസത്തിലെ മാനസ സരോവറിൽ നിന്നാണ് സരയൂ നദി ഉത്ഭവിച്ച് അയോധ്യയിലേക്ക് ഒഴുകി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, സൂര്യവംശത്തിൽ ഒരുപാട് മഹാന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ത്രേതായുഗത്തിൽ അജൻ എന്ന് പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ദശരഥ മഹാരാജാവ് ജനിച്ചത്. ദശരഥനും ഭാര്യ കൗസല്യാദേവിയും ഭഗവാൻ മഹാവിഷ്ണു തന്നെ പുത്രനായിട്ട് ജനിക്കുവാനുള്ള കാരണം എന്താണ്? അത് നമുക്കറിയണ്ടേ? അത് അമ്മ പറഞ്ഞിട്ടില്ലേ, ഒരു കാരണമുണ്ടെങ്കിലേ ഒരു കാര്യം ഉണ്ടാകൂ എന്ന്. ആ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം സ്വയംഭൂ മനു തൻ്റെ സ്രഷ്ടാവായ ബ്രഹ്മദേവനിൽ നിന്നും സ്വയം ജനിച്ചതാണ്. അപ്പം സ്രഷ്ടാവായ ബ്രഹ്മദേവൻ തന്നെയാണ് സ്വയംഭൂ മനുവിൻ്റെ പിതാവ് അല്ലേ? അപ്പോ ആദ്യത്തെ മനുഷ്യൻ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് സ്വയംഭൂവ മനുവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ശതരൂപ. അവരിൽ നിന്നാണ് ഈ നമ്മുടെ മാനവവംശം, നമ്മളെല്ലാം അതിൻ്റെ അധികാരികളാണ്. അതൊക്കെ നമ്മുടെ പൈതൃകമാണ്. മനസ്സിലായോ? മാനവകുലം അഥവാ മാനവവംശം ഉണ്ടായത് ഈ സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും പുത്രന്മാരായി ജനിച്ച മനുഷ്യരിൽ നിന്നാണ്. അവർക്ക് രണ്ടുപേർക്കും വാർദ്ധക്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഭരണം മക്കളെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് സന്യാസം സ്വീകരിച്ചുകൊണ്ട് അവർ വനവാസത്തിന് പോയി. അവിടെ ചെന്ന് രണ്ടുപേരും വളരെ ഭക്തിയോടുകൂടെ ഈശ്വരനെ ധ്യാനിച്ച് തപസ് ചെയ്തു.
അവരുടെ തപസ് കണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെ പ്രീതി ഉണ്ടായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാൻ ശംഖചക്രഗദാധാരിയായി കൗസ്തുഭം, വനമാല, ശ്രീവത്സം എല്ലാം അണിഞ്ഞുകൊണ്ട് പട്ടുവസ്ത്രം, മഞ്ഞ പട്ടുവസ്ത്രം ഉടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിന്റെ സൗന്ദര്യം എത്ര സുന്ദരനാണ്! അത് കണ്ടിട്ട് അവർക്ക് വളരെ സന്തോഷമുണ്ടായി. അപ്പൊ അവരുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി. എന്താണെന്നോ, ഈ മഹാവിഷ്ണു നമ്മളുടെ മകനായി ജനിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന്. അപ്പൊ അവര് ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു വാഴ്ത്തി. ഭഗവാന് വളരെ സന്തോഷമായി. ഭഗവാൻ മധുരമായി മന്ദഹസിച്ചുകൊണ്ട് സൗമ്യനായിട്ട് ചോദിച്ചു, എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ തപസ്സിൽ ഞാൻ വളരെ പ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് മകനായി ജനിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി ശരി, പക്ഷേ അതിനിപ്പോ സമയമായിട്ടില്ല, നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതായത് ത്രേതായുഗത്തിൽ സ്വയംഭൂവ മനു ദശരഥനായും സൂര്യവംശത്തിലെ രാജാവായും ജനിക്കും. അപ്പോൾ കൗസല്യാദേവി ശതരൂപ കൗസല്യാദേവിയായി അവതരിക്കും. അപ്പോ ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയെ വിവാഹം കഴിക്കും. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ പത്നിയായി സൂര്യവംശത്തിൽ കൗസല്യാദേവി എത്തുമ്പോൾ നിങ്ങളുടെ മകനായി ഞാൻ എൻ്റെ 7ാമത്തെ അവതാരമായിട്ട് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് ജനിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ തൽക്കാലം നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. തൽക്കാലം സ്വർഗത്തിലേക്ക് പോയി ത്രേതായുഗം വരെ കാത്തിരിക്കുക. ത്രേതായുഗത്തിൽ ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായി. അവര് സ്വർഗലോകത്തേക്ക് പോയി അവിടെ താമസിച്ചു. പുണ്യാത്മാക്കൾക്കെല്ലാം സ്വർഗലോകത്ത് താമസിക്കാം. അങ്ങനെ അവരവിടെ പോയി താമസിച്ചു. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞു. ഇവരുടെ തപസ് വളരെ ശ്രേഷ്ഠമായ തപസ്സും ശ്രേഷ്ഠരായ ജനങ്ങളുമല്ലേ തപസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും അവരുടെ തപസ്സിനെ കുറിച്ചിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വരം കൊടുത്തതും എല്ലാം എല്ലാവരും അറിഞ്ഞു. അപ്പോഴെന്താ ഉണ്ടായത്? ബ്രഹ്മാവിന്റെ പുത്രനായ ബ്രഹ്മർഷി വസിഷ്ഠ മഹർഷി എന്ത് ചെയ്തു? എനിക്ക് ഭഗവാനെ സേവിക്കണം. 7ാമത്തെ അവതാരമായി സൂര്യവംശത്തിൽ ജനിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് സേവനം ചെയ്യണം. ആ ശ്രീരാമന് സേവനം ചെയ്യുവാനായിട്ട് ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠ മഹർഷി എന്ത് ചെയ്തു? സൂര്യവംശത്തിന്റെ കുലഗുരുവായിട്ട് തീർന്നു. ആ സമയത്ത് ബാക്കി ഒരുപാട്, നമ്മൾ പറഞ്ഞില്ലേ, സപ്തർഷികളും ഒരുപാട് മഹർഷിമാരുമുണ്ടല്ലോ. അവരെല്ലാവരും എന്ത് ചെയ്തു? ഭഗവാന് സേവനം ചെയ്യുന്നതിനായിട്ട് അവരെല്ലാവരും അയോധ്യയ്ക്ക് സമീപമുള്ള വനപ്രദേശങ്ങളിലെല്ലാം, ഗംഗാതീരത്തും യമുനാതീരത്തും എല്ലാം വനപ്രദേശങ്ങളിലെല്ലാം അവരെല്ലാവരും താമസിക്കാൻ തുടങ്ങി. അവിടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ തപസ് ചെയ്തുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ഭഗവാൻ വരുന്നതും കാത്ത് അവരവിടെ ഇരുന്നു. അങ്ങനെ കോസല രാജ്യത്തിലെ പുണ്യനഗരിയായ അയോധ്യയിൽ സൂര്യവംശത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചു. ആ കഥയാണ് രാമായണം. ആ ശ്രീരാമന്റെ ജീവിതയാത്ര ആണ് രാമായണം. നമ്മളെല്ലാവരും ജനനം മുതൽ മരണം വരെ നമ്മളൊരു യാത്രയിലാണ്, അറിയാമോ? ജനനം മുതൽ മരണം വരെ ഒരു യാത്ര, ജീവിതയാത്ര. ആ ജീവിതയാത്രയിൽ നമുക്കും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അല്ലേ? നല്ലതും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും സങ്കടമുള്ളതും ജയവും പരാജയവും, അങ്ങനെ പല 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 സംഭവങ്ങൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ ശ്രീരാമദേവൻ എന്താണ് കാണിച്ചു തരുന്നത്? തൻ്റെ ജീവിതത്തിലൂടെ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ജയവും പരാജയവും നിരാശയും സങ്കടവും എല്ലാം ഉണ്ടാകും. പക്ഷെ ആ സമയത്ത് അപ്പോഴും സന്തോഷവും ആനന്ദവും ഉണ്ടാവും. പക്ഷെ ഏതവസ്ഥയിലും നമ്മളുടെ ധർമ്മം, സത്യം,
നമ്മുടെ മാനവ മൂല്യങ്ങൾ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ, ഈ മാനവ മൂല്യങ്ങൾ നമ്മൾ ഒരു പരീക്ഷണ ഘട്ടത്തിലും ഉപേക്ഷിച്ചുകൊണ്ട് ആർക്കും ഉപദ്രവം ചെയ്യുവാൻ പാടില്ല. നമ്മളെല്ലാവരും അത് പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം എന്നതിന് മാതൃകയായിട്ടാണ് ശ്രീരാമചന്ദ്രനും സഹോദരന്മാരായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജീവിച്ചത്. ആ മനോഹരമായ കഥ മാത്രമല്ല, സീതാദേവി, കൗസല്യ, സുമിത്ര, കൈകേയി, അങ്ങനെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാവരും രാമായണത്തിലൂടെ നമുക്ക് ധാരാളം സന്ദേശങ്ങളാണ് നൽകുന്നത്. ആ മനോഹരമായ കഥ ഒന്നൊന്നായിട്ട് നമുക്ക് കേൾക്കാം. അമ്മ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായിട്ട് നാളെ വരാം. സായിരാം.